പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 7ാം ക്ലാസ് താരീഖ് മുഴുവൻ മാർക്കും നേടി ടോപ്പ് പ്ലസ് കരസ്ഥമാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്? ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്? എത്ര പാഠം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരും? തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ചോദ്യപേപ്പർ ഉത്തരസഹിതം വായിക്കാം. ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത് ശരി അടയാളപ്പെടുത്തുക എന്ന ചോദ്യമാണ്. 6 ചോദ്യങ്ങൾക്ക് അതിൻ്റെ തൊട്ടിപ്പുറം 3 കള്ളികളിലായി 3 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ശരിയായ ഓപ്ഷനിൽ നമ്മൾ ശരി അടയാളപ്പെടുത്തണം. 1. മഖ്ദൂം ഒന്നാമൻ്റെ ഖബർ പൊന്നാനിയാണ് ശരി. 2. ഐക്യവർഷം യൗമുൽ ജുമുഅ യൗമുൽ ഈദ്. യൗമുൽ ജുമുഅ വെള്ളിയാഴ്ചയാണ്. യൗമുൽ ഈദ് പെരുന്നാൾ ദിവസമാണ്. ആമുൽ ജമാഅ എന്നാണ് ഐക്യവർഷം. 3. നബിയോട് രൂപസാദൃശ്യമുള്ളത് ഹുസൈൻ റളിയല്ലാഹു ആണ്. ഹംസ റളിയല്ലാഹു, ബിലാൽ റളിയല്ലാഹു അല്ല, ഹുസൈൻ റളിയല്ലാഹു ശരിയായത്. 4. അലി റളിയല്ലാഹുവിൻ്റെ ഖബർ മക്ക, കൂഫ, മദീന എന്നുണ്ട്. കൂഫയാണ് ശരിയായത്. 5. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബം ബനു അസദ്, ബനു തെയ്ം, ബനു ഉമയ്യ. ബനു തെയ്ം എന്നുള്ളതാണ് ശരിയായത്. 6. അഷറത്തുൽ മുബശ്ശറയിൽ പെട്ടവർ ആരാണ് ഇതിലുള്ളത്? യാസിറു അല്ല, ലുക്കുമാനു അല്ല, സഈദ് റളിയല്ലാഹു അൻഹു ആണ് ശരിയായത്. ഈ രൂപത്തിലാണ് നമ്മൾ ടിക്ക് അടയാളപ്പെടുത്തേണ്ടത്. 2. യോജിപ്പിക്കുക എന്ന ചോദ്യമാണ്. 7 പ്രധാന ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ ഡിസോർഡറായി നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് നേരെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം. 1. സ്വർഗാവകാശിയായ ഒരാൾ വരുന്നു. ആരാണത്? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 2. വിഷബാധ ഏറ്റു വഫാത്തായത് ഹസൻ റളിയല്ലാഹു അൻഹു. 3. സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം അഖീഖ്. 4. അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വഫാത്തായ ഹിജറ വർഷം 1385. 5. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ജനിച്ചത് കൊച്ചി. 6. ഉസൂലു ദബ്ഹ് എന്ന കിതാബ് രചിച്ചത് ഉമർ ഖാളി റളിയല്ലാഹു അൻഹു. 7. ഷംസുൽ ഉലമയുടെ ഉസ്താദ് അബ്ദുൽ ഖാദിർ ഫളുഫരി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് നമ്മൾ ശരിയായ രൂപത്തിൽ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഈ 2 ചോദ്യവും വായിച്ചു കഴിഞ്ഞതിലൂടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, താരീഖിൻ്റെ പാഠഭാഗവുമായി എത്രമാത്രം കൂടുതൽ ബന്ധം നിങ്ങൾക്ക് പുലർത്താൻ കഴിയുമോ, എത്ര കണ്ട് പാഠം ആവർത്തിച്ചാവർത്തിച്ച് വായിക്കാൻ കഴിയുന്നുവോ അത്രയും നമ്മുടെ മാർക്ക് കൂടും. കാരണം ആ നിലക്കാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 1 വേർഡ് ചോദ്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ. അതിൽ തന്നെ ഹിജറ, മറ്റു വർഷങ്ങൾ, തീയതികൾ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. 3. പൂർത്തിയാക്കുക എന്നതിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക. വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ അവസാനം എഴുതി അറിയിക്കുകയും ചെയ്യുക. 1. തോളിലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു. ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു, അല്ലാ നീയും അവനെ ഇഷ്ടപ്പെടണമേ എന്നാണ് അതിൻ്റെ ആശയം. 2. അല്ലാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈറ് എൻ്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുത്. 3. മാലിക് ഇബ്നു ഹബീബും കുടുംബവും കൊല്ലത്തേക്ക് പോവുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. 4. കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു മമ്പുറം തങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് വേഗം ഉത്തരം എഴുതാനുള്ള ഒരേ ഒരു എളുപ്പവഴി പാഠം നന്നായി വായിക്കുക എന്നത് തന്നെയാണ്. ഇനി 4ാമത്തെ ചോദ്യം വായിക്കുന്നു. ഹിജറ വർഷം എഴുതുക എന്നതാണ്. 1. ഹസൻ റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചത് 3-ാം വർഷം. 2. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് 32-ൽ. 3. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ വഫാത്തായത്
928 എല്ലാം ഹിജറയാണ്. ഹിജറ വർഷമായതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഹിജറ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. 4 ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ജനിച്ചത് 1302. 5 മമ്പ്രൊന്തങ്ങൾ ജനിച്ചത് 1166. 6 ജമൽ യുദ്ധം നടന്നത് ഹിജറ 36. ഇതുപോലത്തെ യുദ്ധ വർഷങ്ങൾ മറ്റു ഹിജറ വർഷങ്ങളൊക്കെ വേഗത്തിൽ നമ്മൾക്ക് പഠിക്കണമെങ്കിൽ ഓരോ പാഠഭാഗവും വായിക്കുമ്പോൾ അതിൽ വരുന്ന ഹിജറ വർഷം പ്രത്യേകം നമ്മൾ മാറ്റി എഴുതി വെക്കുക. എന്നിട്ട് ഒഴിവുള്ള സമയം അതുമാത്രമായി പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ഉത്തരം എഴുതാനും ചോദിക്കുന്ന സമയത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അടുത്ത 5-മത്തത് അന്ത്യവിശ്രമം എവിടെ എന്നുള്ളതാണ്. അഥവാ ഖബറടക്കം ചെയ്യപ്പെട്ടത് എവിടെ? അബൂബക്കർ റളിയല്ലാഹുവിൻ്റേത് ഹുജറത്തു ഷരീഫയിലാണ്. നബിയോട് അടുത്ത് കിടക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു. 2 തുൽഹത്ത് റളിയല്ലാഹു ബസ്രയിലാണ്. 3 അബൂ ഉബൈദ റളിയല്ലാഹു ഉർദുന് ജോർദാനിലുള്ള ഉർദുനി എന്ന സ്ഥലത്താണ്. 4 അബുൽ ഹഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം. 5 ഹസൻ റളിയല്ലാഹു ജന്നത്തുൽ ബഖീ. നേരത്തെ പറഞ്ഞ പോലെ ഇതും നമുക്ക് ഇങ്ങനെ അവർ ശ്മശാന മന്തിയുറങ്ങുന്ന ആ സ്ഥലവും നമുക്ക് പോയിൻ്റുകളായി രേഖപ്പെടുത്തി ഒഴിവ് സമയങ്ങളിലൊക്കെ 1-2 തവണ വായിച്ചാൽ പരീക്ഷയ്ക്ക് ഉറപ്പായും നമുക്കത് എഴുതാൻ ഓർമ്മ വരും എന്ന കാര്യം ഉറപ്പാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ലോണം പരിശ്രമമുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായവും നമുക്ക് ലഭിക്കും. അങ്ങനെ ഉണ്ടാവട്ടെ. 6-മത്തത് വ്യക്തമാക്കുക എന്ന ചോദ്യമാണ്. ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് വായിക്കുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക. 1-മത്തത് ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തി ഗുണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സമയമായാൽ ഉടൻ നിസ്കരിക്കുക, വുളൂഹ് മുറിയാതെ സൂക്ഷിക്കുക, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക, റമളാനിൽ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക. ഇതൊക്കെ ഔറംഗസീബ് ആലംഗീരിയുടെ വ്യക്തിവിശേഷ ഗുണങ്ങളാണ്. 2-മത്തത് മഖ്ദൂം രണ്ടാമൻ്റെ രചനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഫതുഹുൽ മുഈൻ, ഇർഷാദുൽ ഇബാദ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ, ഇഹ്കാമു അഹ്കാമിൻ നിക്കാഹ്, മുഖ്തസറു ശറഹി സുദൂർ, അൽ അജ്വിബത്തുൽ അജീബ എന്നീ ഗ്രന്ഥങ്ങളാണ്. ഇതിൽ നിന്ന് ചുരുങ്ങിയതൊരു 3 നമ്മൾ പഠിച്ചു വെക്കുക. 3-മത്തത് ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ. മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിത ശൈലി, എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ്. ഇതും പഠിച്ചു വെക്കുക. ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യരൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഒന്നെങ്കിൽ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത എഴുതാനോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കിയ പ്രധാന വിഷയം താരീഖിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. 1 മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളിലൂടെ ചോദ്യങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ടോപ്ലസ് ഉദ്ദേശിക്കുന്ന ആളുകൾ 1 മുതൽ അവസാനം വരെയുള്ള പാഠഭാഗങ്ങൾ നന്നായി ചോദ്യോത്തരങ്ങളും ഹിജറ വർഷവും ജനിച്ച തീയതിയും അതുപോലെ തന്നെ അവർ മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലവും ഒക്കെ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതോടുകൂടെ പാഠം നന്നായി വായിക്കാൻ മറക്കരുത്. കാരണം പൂരിപ്പിക്കാനും ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനൊക്കെ വേഗത്തിൽ ഉത്തരം ലഭിക്കണമെങ്കിൽ പാഠഭാഗം നന്നായി വായിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അരക്കൊല്ല പരീക്ഷയ്ക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ആ ഭാഗങ്ങൾ നല്ലോണം അധ്വാനിച്ച് തന്നെ പഠിക്കുക. എല്ലാവർക്കും ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയമുണ്ടാവട്ടെ. മറ്റു നല്ല നല്ല വീഡിയോകൾ ഇനിയും വരാനുണ്ട്. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അൽഹംദുലില്ലാഹോ താങ്ക്സോ മറ്റോ ആയി കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.